EI into d square y by dx square equal to m എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിനകത്ത് m എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻ്റ് ആണ്, y എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ, dy by dx എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ സ്ലോപ്പും ഡിഫ്ലക്ഷൻസും ഓഫ് ഏതൊക്കെ ബീമാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ കാൻഡിലിവർ ബീം പഠിച്ചു, പിന്നെ ഏത് പഠിച്ചു, സിംപ്ലി സപ്പോർട്ടഡ് ബീം പഠിച്ചു. ഇതിൽ രണ്ടിലും ഉണ്ടാവുന്ന സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാനാണ് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെക്കോളേസ് മെത്തേഡാണ്. Macaulay's method to find out the slope and deflections of cantilever beam അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം. മെക്കോളേസ് മെത്തേഡിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ടും മെക്കോളേസ് മെത്തേഡ് ആണെങ്കിലും പല മെത്തേഡ്സ് ഉണ്ട്. ഇതിനകത്ത് ബേസിക് ഇതെന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്താലാണ് സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുക, അതാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ. അപ്പം ഞാനൊരു ഇത് പറയാം. EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനകത്ത് സ്ലോപ്പും ഡിഫ്ലക്ഷനും ഏതാണെന്ന് പറയാം, എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറയാം. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് പറയാമോ? നിങ്ങൾ പറഞ്ഞോ, ഞാനൊരു ഡയഗ്രാം വരയ്ക്കുന്നതേ ഉള്ളൂ. അല്ല, സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഒരു കാൻഡിലിവർ ബീം ഒരു പോയിന്റ് ലോഡ് ഒരു എൻഡിൽ വന്നു അല്ലേ, ഒരു എൻഡിൽ ഒരു പോയിന്റ് ലോഡ് വന്നു. അത് കാരണം ഈ ബീം എന്ത് ചെയ്യും? ഡിഫ്ലക്ഷൻസ് വരും ഇല്ലേ? ഡിഫ്ലക്ട് ചെയ്ത് ഇങ്ങനൊരു ഡിഫ്ലക്ഷൻ ആയിരിക്കും ഈ പർട്ടിക്കുലർ ബീമിന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുന്ന ഇതിൻ്റെ ഡിഫ്ലക്ഷൻ, മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയായിരിക്കും? മാക്സിമം ഡിഫ്ലക്ഷൻ പറയാമോ? ഏതാ? റൈറ്റ് മോസ്റ്റ് എൻഡിൽ അല്ലേ? അപ്പോൾ നമ്മളൊരു പോയിന്റ് ലോഡ് W കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ, അതായത് ഇത്രയും ഇതാണ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് y വെച്ചിട്ടല്ലേ, അതറിയാമല്ലോ. y മാക്സിമം. y മിനിമം എവിടെയായിരിക്കും? ഏത് എൻഡിലായിരിക്കും? ലെഫ്റ്റ് എൻഡിൽ. y മിനിമം എന്ന് പറയുന്നത് എപ്പോഴും ലെഫ്റ്റ് എൻഡിലായിരിക്കും. അപ്പോൾ ഞാൻ ഈ എൻ്റെ എയും ബിയും എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എയിലായിരിക്കും y മിനിമം. അത് y മിനിമം എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കാൻഡിലിവറും കൂടെ പറയാം. ടോട്ടൽ ലെങ്ത് ഓഫ് ദ കാൻഡിലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L. അപ്പം ലിറ്ററലി പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കാൻഡിലിവർ with a length L is subjected to a point load at one end. You need to find out the slope and deflections. Okay, slope and deflection at the free end. അപ്പോൾ ഫ്രീ എൻഡ് എന്ന് പറഞ്ഞാൽ ഏത് എൻഡാണ്? എ ആണോ ബി ആണോ? ബിയിലുള്ള സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനാണ് അറിയാവുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് എന്താണ്? ആംഗിൾ ആണ് അല്ലേ? അപ്പോൾ ആംഗിളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തപ്പം പഠിച്ചായിരുന്നു തീറ്റയാണ് സ്ലോപ്പ്. തീറ്റ ഈസ് ഗിവൺ ബൈ DY ബൈ DX. ഓക്കെ. സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഈക്വൽ ടു വെറും y ആണ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇനി ഒന്ന് നോക്കിക്കുക. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? DY ബൈ DX കണ്ടുപിടിക്കണം, y കണ്ടുപിടിക്കണം.
അപ്പോൾ ഈ പർട്ടിക്കുലർ ഇക്വേഷൻ, അതായത് നിങ്ങൾ 1 എന്ന് പറഞ്ഞ ഇക്വേഷനെ എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ എന്ത് ചെയ്താലാണ് വൈയും dy ബൈ ഡി എക്സും നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് കിട്ടുക? ഇൻ്റഗ്രേറ്റ് ചെയ്താലേ എന്ത് കിട്ടത്തുള്ളൂ? വൈയും dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ആണോ? ശരി. അപ്പം ഇവിടെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിലിവർ നേരത്തെ നമ്മൾ എന്തായിരുന്നു, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഡെറിവേഷൻ കാണിച്ചത്. ഇപ്പം ക്യാൻഡിലിവർ ബീമിൽ ഏറ്റവും കൂടുതൽ സ്ലോപ്പും ഡിഫ്ലക്ഷനും വരുന്ന എൻഡ് ഏതാണ്? എ ആണോ ബി ആണോ? അതായത് വൈയും തീറ്റയും മാക്സിമം ആവുന്ന സ്ഥലം. ബിയിലാണ്. അത് ഡൗട്ട് ഇല്ലല്ലോ അല്ലേ? അതായത് തീറ്റയും ഏറ്റവും കൂടുതൽ ഫ്രീ എൻഡിലാണ്, വൈയും ഏറ്റവും കൂടുതൽ മാക്സിമം വരുന്നത് ഫ്രീ എൻഡിലാണ് ക്യാൻഡിലിവറിൻ്റെ കേസ്. ഇനിയും ഫ്രീ എൻഡിൽ ഈ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ എൻഡിലുള്ള തീറ്റയും വൈയും കണ്ടുപിടിക്കണം. ഓക്കെ, ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്തത് നമ്മൾ നേരത്തെ എടുത്തതുപോലെ സെക്ഷൻ എടുക്കുകയാണ്. സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഒരു സെക്ഷൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ. അതായത് ഒരു സെക്ഷൻ എടുത്തു, ഒരു സെക്ഷൻ എടുക്കുക, ദിസ് പർട്ടിക്കുലർ സെക്ഷൻ എക്സ് ആണെന്ന് എടുക്കുക. ദിസ് പർട്ടിക്കുലർ കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ലല്ലേ? എന്ത് പറ്റി? ഇപ്പൊ ഈ സ്ക്രീൻ ഇപ്പൊ ഏത് സ്ക്രീനാ കാണുന്നത്? ഏതാ? മീറ്റ് തന്നെയല്ലേ കാണുന്നത് അല്ലേ? പിന്നെന്ത് പറ്റി അതിനകത്ത്? ഇപ്പൊ ഈ ലേറ്റസ്റ്റ് വരച്ചത് കാണാമോ? എക്സ് എന്നുള്ളത് കാണാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ വരയ്ക്കുമ്പോൾ കാണുന്നുണ്ടോ എന്ന് പറയണേ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞത് എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എക്സ് മീറ്ററിൽ കിടക്കുകയാണ്. ഇത് കാണാമോ എക്സ് വരച്ചത്? ഓക്കെ, ഫൈൻ. അപ്പൊ അവിടെ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് എം എക്സ് എത്ര ആയിരിക്കും പറയാമോ? W ഇൻറ്റു എക്സ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. അതായത് എപ്പോഴും നമ്മൾ സൈൻ കൺവെൻഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു റൈറ്റിൽ ക്ലോക്ക് വൈസ്. പക്ഷെ അതിനേക്കാളും ഈ ഒരു പർട്ടിക്കുലർ സ്ലോപ്പും ഡിഫ്ലക്ഷനുടെയും കേസിൽ എപ്പോഴും ബീം മുകളിലോട്ടാണ് വളഞ്ഞു നിൽക്കുന്നതെങ്കിൽ, ഈ ഒരു കേസിൽ മുകളിലോട്ടല്ലേ. അതായത് ഈ ഒരു കർവേച്ചർ കണ്ടോ? കർവേച്ചർ ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്, അല്ലാതെ കർവേച്ചർ ഇങ്ങനെയല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ താഴേക്ക് ഞാൻ ഈ വരയ്ക്കുന്ന രീതിയിലേക്ക് താഴേക്ക് വരികയാണെങ്കിൽ അത് സാഗിങ് മൊമെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, മുകളിലോട്ട് വരികയാണെങ്കിൽ എന്ത് പറയും? ഹോഗിങ് മൊമെന്റ്. അപ്പൊ സാഗിങ് മൊമെന്റ് പോസിറ്റീവും ഹോഗിങ് മൊമെന്റ് നെഗറ്റീവുമായിട്ടാണ് ആക്ച്വലി എടുക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഈസ് mx ഈക്വൽ ടു മൈനസ് w ഇൻറ്റു എക്സ് സിൻസ് ഇറ്റ് ഈസ് ഹോഗിങ് മൊമെന്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ പർട്ടിക്കുലർ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ നമ്മൾ എന്തിലേക്ക് ഇട്ട് കൊടുക്കും? ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കും. അതായത് EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ടി എക്സ് സ്ക്വയർ ഈക്വൽ ടു, നമുക്ക് ആദ്യം കിട്ടി ബെൻഡിങ് മൊമെന്റ് എം എന്നുള്ളത് മാറ്റി ഞാനിവിടെ എഴുതി മൈനസ് W എക്സ് എന്ന് എഴുതി. ഓക്കെ ആണോ? ചുമ്മാ കേട്ടിരിക്കല്ലേ, മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാടായിരിക്കും. ഓക്കെ ആണോ ഇത്?
ഇത് എഴുതുന്ന കാണുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്ത ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ ഇനി എനിക്ക് dy/dx ആക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ei ഇൻറ്റു dy/dx ഈക്വൽ ടു മൈനസ് wx² ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റന്റ് വരും c1. അതിന് c1 എന്ന് കൊടുക്കും. ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ 2 കോൺസ്റ്റന്റ്സ് വരും. അതുകൊണ്ടാണ് c1 എന്ന് ആദ്യം കൊടുക്കുന്നത്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് മനസ്സിലായോ? ശരി. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് c1 കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. c1 കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും സോഫ്റ്റ്വെയറിലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് നമ്മൾ പല സോഫ്റ്റ്വെയർസിനും കൊടുക്കാറുണ്ട്. അതേപോലെ നമ്മൾ ഈ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കണം. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത്, ബൗണ്ടറി കണ്ടീഷൻ എന്താണെന്നുള്ളത് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ ബൗണ്ടറി കണ്ടീഷൻ? ഇല്ലേ? അപ്പൊ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് ശ്രവൺ? അതായത് അതെ നമ്മൾ ഒരു എൻഡിൽ, അതായത് ഒരു ബൗണ്ടറിയിൽ നമ്മൾ ഈ പർട്ടിക്കുലർ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ ഇതിനകത്തുള്ള ഇക്വേഷൻസിനുള്ള പാരാമീറ്റേഴ്സിന്റെ വാല്യൂ എന്താവും, അതിനെ ബേസ് ചെയ്ത് കോൺസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം അത് എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. at x equal to L dy/dx equal to എന്താകും? തീറ്റ എന്താവും? xl ആവുമ്പോൾ 0. ഡൗട്ട് ഉണ്ടോ? മനസ്സിലായോ? അതായത് എക്സ് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? എക്സ് ഇതാ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇങ്ങനെയാണ് എക്സ് വരുന്നത് അല്ലേ? ഇങ്ങനെ വന്ന് എക്സ് എങ്ങ് വരും? ഇങ്ങ് അറ്റം വരെ വരണം. എക്സ് എല്ലാം ആവുമ്പോൾ ഇവിടെ ആംഗിൾ എന്താണ്? ഉണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ടാണ് at x equal to L എന്ത് പറഞ്ഞത്? തീറ്റ അല്ലെങ്കിൽ dy/dx equal to 0. അപ്പോൾ ഈ പർട്ടിക്കുലർ ഇക്വേഷൻ, ഈ പർട്ടിക്കുലർ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഏത് ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു? ഇക്വേഷൻ നമ്പർ 2ലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? എക്സിന് പകരം L ഇട്ട് കൊടുക്കുക, dy/dxന് പകരം 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ei ഇൻറ്റു dy/dx എത്ര ആയിരുന്നു? 0 ഈക്വൽ ടു എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്തു? L ഇട്ട് കൊടുത്തു, മൈനസ് wL²/2 പ്ലസ് c1. ഓക്കെ ആണോ? അപ്പൊ c1 ഒരു വാല്യൂ കിട്ടിയോ? c1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? c1 ഈക്വൽ ടു wL² ഡിവൈഡഡ് ബൈ 2. ഇതാണ് c1ന്റെ വാല്യൂ. c1ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പർട്ടിക്കുലർ ഇക്വേഷനിലിട്ട് പിന്നെ ആക്ച്വൽ dy/dxന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി c1ന്റെ വാല്യൂ കിട്ടി. c1ന്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്? നമ്മൾ ഈ പർട്ടിക്കുലർ c1ന്റെ വാല്യൂ ഏത് ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു? ഇതാ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. ഓക്കെ ആണോ? ശരി. അപ്പോൾ അങ്ങനെ വരുമ്പം ഓക്കെ, അടുത്ത പേജിലേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വരും? ei ഇൻറ്റു dy/dx ഈക്വൽ ടു മൈനസ് wx²/2 പ്ലസ് എന്തായാലും നമുക്ക് കിട്ടിയത് wL² ഡിവൈഡഡ് ബൈ 2 ഇല്ലേ? അപ്പോൾ ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്? dy. അപ്പൊ dy/dx എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്ലോപ്പ്. അപ്പൊ ടു ഫൈൻഡ് ഔട്ട്
സ്ലോപ്പ് ഓഫ് എ പർട്ടിക്കുലർ പ്രോബ്ലം, ടു ഫൈൻഡ് ഔട്ട് സ്ലോപ്പ്, നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പർട്ടിക്കുലർ ഇക്വേഷൻ, ഇപ്പം കണ്ടുപിടിച്ച മൂന്നാമത്തെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയും അടുത്തത്, ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനെ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടൂ? ഇനി ഇതിനെ ഈ മൂന്നാമത്തെ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? y. എക്സാക്ട്ലി. അപ്പം നമ്മൾ ഇനിയും ഈ പർട്ടിക്കുലർ അടുത്ത ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? EI ഇൻറ്റു y ഈക്വൽ ടു മൈനസ് WX³ ഡിവൈഡഡ് ബൈ 6 അല്ലേ? പ്ലസ് WL² ഇൻറ്റു എന്ത് വരും? x ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റൻറ്റും കൂടെ വരില്ലേ? C2. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അവിടെ C2 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ഇട്ടു. ഇനിയും അഗെയിൻ വി നീഡ് ടു അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻ ടു ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ. അപ്പൊ അവിടെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ പ്രീവിയസ് ഈ സ്ലൈഡ്, ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ കാണാമോ? ഈ ഒരു പേജ് കാണാമോ? നേരത്തെ പേജ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ സെയിം ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുക. അറ്റ് x ഈക്വൽ ടു L, x ഈക്വൽ ടു L എന്ന് പറഞ്ഞ കണ്ടീഷനിൽ x ഈക്വൽ ടു L സ്ലോപ്പ് എന്താണ് പറയാമോ? സ്ലോപ്പ് അല്ല, സോറി, ഡിഫ്ലക്ഷൻ. സീറോ ആണ്. ഡൗട്ട് ഉണ്ടോ? അതായത് ഒന്നുകൂടി കാണിച്ചു തരാം. എക്സ് തുടങ്ങുന്ന എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ്. എക്സ് 0 ആകുമ്പം എന്ത് പറ്റും? എക്സ് ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്ലോപ്പ് മാക്സിമം ആണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് ഇവിടെ നിന്ന് കൂടി 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 ഇങ്ങറ്റം ഇവിടെ ആവുമ്പോഴാണ് എക്സ് എന്താവുന്നത്? L ആവുന്നത്, എയിൽ. അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടോ? ഇല്ല. അതായത് ഫിക്സഡ് എൻഡിൽ ഡിഫ്ലക്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. ബൗണ്ടറി കണ്ടീഷൻ അഗെയിൻ അപ്ലൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് എക്സ് ഈക്വൽ ടു എന്താണ്? L, y ഈക്വൽ ടു 0. എന്നിട്ട് എന്ത് ചെയ്യും? സോ ആ പർട്ടിക്കുലർ കണ്ടീഷൻ 4ലേക്ക് ഇടുമ്പം EI ഇൻറ്റു 0 ഈക്വൽ ടു മൈനസ് WL³ ഡിവൈഡഡ് ബൈ 6 പ്ലസ് WL³ ഡിവൈഡഡ് ബൈ 2 പ്ലസ് C2. Therefore C2 ഈക്വൽ ടു എന്ത് വരും? WL³ ബൈ 6 മൈനസ് WL³ ബൈ 2 അല്ലേ? ഇത് എത്ര കിട്ടും? മൈനസ് WL³ ബൈ താഴെ ഇവിടെ 6 വരും, മുകളിൽ 2 ഇൻറ്റു 3 3 മൈനസ് WL³ ബൈ 3 അല്ലേ? ഓക്കെ ആണോ? അല്ല, ഓക്കെ ആണോ അല്ലേ? മനസ്സിലായോ അത്? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എഗെയിൻ ഈ പർട്ടിക്കുലർ ഇപ്പൊ കിട്ടിയ ഈ വാല്യൂ WL³ ബൈ 3 എന്ന് പറഞ്ഞ വാല്യൂ എന്തിലേക്ക് ഇട്ട് കൊടുക്കും? ഈ പർട്ടിക്കുലർ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കും. അതായത് ഈ ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷൻ ആണ്. അപ്പൊ എന്ത് വരും? EI ഇൻറ്റു y ഈക്വൽ ടു നമുക്ക് മൈനസ് ഓഫ് WX³ ബൈ 6 പ്ലസ് WL² ഡിവൈഡഡ് ബൈ 2 പ്ലസ് മൈനസ് WL³ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ആണ്, അതായത് ഇപ്പൊ അഞ്ചാമത്തെ കിട്ടിയ ഇക്വേഷൻ ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ടു ഫൈൻഡ് ഡിഫ്ലക്ഷൻ.
പിടി കിട്ടിയോ? ഓക്കെ. അപ്പോൾ ഇനി എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, എനിക്ക് രണ്ട് ഫ്രീ എൻഡിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫ്രീ എൻഡിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു 0. അപ്പം ഞാൻ ആദ്യം എന്താ, ഇപ്പം നമുക്കിപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ, നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഒന്നുകൂടി വേണമെങ്കിൽ എഴുതാം, അതേ പറ്റും. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ സ്ലോപ്പിൻ്റെ EI × Y അല്ലേ? അപ്പം നമുക്ക് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു EI × Y ഈക്വൽ ടു ഇത് വന്ന് -WX³ ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു? 6 3 6 പ്ലസ് WL² divided by 2 minus WL³ divided by 3. അപ്പോൾ ഇവിടെ ഫ്രീ എൻഡിൽ x0 എന്ന് പറഞ്ഞു. അപ്പോൾ x0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? പുട്ട് x ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടും? EI × Y ഈക്വൽ ടു -WL³/3. ഓക്കെ. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? Y ഈക്വൽ ടു -WL³ ഡിവൈഡഡ് ബൈ 3EI. അതേപോലെ നമ്മുടെ അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? EI × dy/dx എന്നൊരു ഇക്വേഷൻ ഇല്ലായിരുന്നോ? അതെത്ര ആയിരുന്നു? -WX²/2 എന്ന് പറഞ്ഞേ പ്ലസ് WL²/2. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പുട്ട് x ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? EI × dy/dx എനിക്ക് തീറ്റ എന്ന് എഴുതാമേ. തീറ്റ ഈക്വൽ ടു dy/dx പകരം തീറ്റ കൊടുത്തതേ ഉള്ളൂ. x 0 ആണ്, സോ WL²/2 വരും. therefore തീറ്റ ഈക്വൽ ടു എന്ത് വന്നു? WL²/2EI. ഡബ്ല്യുവിൻ്റെ എല്ലിൻ്റെ വാല്യൂ, ഇൻ്റെ ഒക്കെ വാല്യൂ തരും. I എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്, സ്ക്വയർ ക്രോസ് സെക്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ഇല്ലേ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് മെക്കോളേസ് മെത്തേഡിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കുക. ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് ചോദിച്ചോ, ഡൗട്ട് ചോദിക്കണം. ഡൗട്ടില്ലേ? അതൊന്നും മനസ്സിലായില്ലേ? ഡൗട്ടില്ലേ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പം ഇപ്പം കാൻഡിലിവർ എന്ത് ചെയ്തു? ഒരു എൻഡിൽ പോയിന്റ് ലോഡ് വന്ന കേസല്ലേ, അതേപോലെ തന്നെ നമുക്ക് എന്ത് പ്രോബ്ലംസ് ഇനിയുണ്ട്? ഒരു കാൻഡിലിവർ തരും. ഈ കാൻഡിലിവറിൻ്റെ ഒരു കാൻഡിലിവർ ഇതിൽ എന്ത് കൊടുക്കും? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കൊടുക്കും. You need to find out the slope and deflections at the free end. അതേപോലെ അടുത്ത് എന്ത് വരും? കാൻഡിലിവർ വിത്ത് ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഒരു എൻഡിൽ. അതെല്ലാം നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. അതേപോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡും അതേപോലെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. യൂണിഫോംലി വേരിയിങ് ലോഡ് ഈ പർട്ടിക്കുലർ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ്റെ പ്രോബ്ലത്തിനകത്ത് സാധാരണ യൂഷ്വലി നിങ്ങൾക്ക് ചോദിക്കാറില്ല. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാമോ? ഫൈൻഡ് ദ മാക്സിമം ഡിഫ്ലക്ഷൻ ഫോർ ദ ബീം. മാക്സിമം ഡിഫ്ലക്ഷൻ ആണേ, പക്ഷെ അത് നിങ്ങൾക്ക് കാൻറ്റിലിവർ തന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഫൈൻ. അപ്പം ഇതാണേ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യാം. ഓക്കെ.
എഴുതേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പം സ്ക്രോൾ ചെയ്യുന്ന ഈ കിൻഡിൽ എഡിഷൻ കാണാമോ? ഓക്കെ, ഫൈൻ. അപ്പം പ്രോബ്ലം എന്ന് പറയുന്നത് എക്സാമ്പിൾ 4.2 ആണ്. ആ ഇക്വേഷൻ അതൊന്ന് നോട്ട് ചെയ്തെടുക്കാമോ? അതായത് കാന്റിലിവർ ബീം ഓഫ് സ്പാൻ 4 മീറ്റർ ക്യാരീസ് എ യൂണിഫോംലി UDL എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 2 kilonewton per meter ഫ്രം ദ ഫ്രീ എൻഡ് ടു ദ മിഡ് പോയിന്റ് ഓഫ് ദ ബീം. ഓക്കെ, കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ്. ഫ്രീ എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ചെയ്തോ? ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്യുമ്പം നമുക്ക് ഇവിടെ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ നമ്മൾ ഈ ഒരു പ്രോബ്ലം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സോൾവ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിന് മുന്നേ ഈ ഒരു ഫിഗർ, ആദ്യത്തെ ഫിഗറും രണ്ടാമത്തെ ഫിഗറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? ഫിഗർ മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ രണ്ട് ഫിഗറല്ലേ ഇതിനകത്ത് കാണുന്നുള്ളൂ. അതായത് ഫിഗർ ഈ 4.2. ആർക്കും പറയാൻ പറ്റുന്നില്ലേ? ശ്രവൺ, മേളത്തെ യൂഡിയലിന്റെ സ്പാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനെ ക്യാൻസൽ ചെയ്യാൻ താഴെയാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതെ, ക്യാൻസൽ ചെയ്യാൻ. അതായത് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് തന്നാൽ, അതായത് ഫുൾ UDL തന്നിട്ടില്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുൾ UDL തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു കാന്റിലിവർ ബീം വരച്ചിട്ട് നമ്മുടെ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ പ്രോബ്ലമാണ്. അത് ഞാൻ വരയ്ക്കാം. നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു കാന്റിലിവർ ബീമുണ്ട്. കാന്റിലിവർ ബീമിൽ എന്തുണ്ട്? ഒരു UDL ഒരു എൻഡിൽ കൊടുത്തിട്ടുണ്ട്, അപ് ടു ദ മിഡ് പോയിന്റ് അല്ലേ? മിഡ് പോയിന്റ് വരെ ഒരു UDL കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ടോട്ടൽ ലെങ്ത് ഓഫ് ദ കാന്റിലിവർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടോട്ടൽ ലെങ്ത് എത്ര? 4 മീറ്റർ ആണ്. ടോട്ടൽ ലെങ്ത് 4 മീറ്റർ ആണെന്ന് തോന്നുന്നു അല്ലേ? ആ, അപ്പം പകുതി വരെയാണ് ഈ UDL ഉള്ളത്, 2 മീറ്റർ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, അതായത് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ, അതായത് ഫുള്ളായിട്ടുള്ള ലോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതാണ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ആദ്യം നമ്മൾ കാന്റിലിവർ ബീം വരച്ചു, ഇവിടെ UDL-ഉം വരച്ചു. ദെൻ അടുത്ത കേസ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? UDL ഫുൾ ഉണ്ടെന്ന് പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അതായത് 2 മീറ്റർ വരെ ആക്ച്വലി UDL ഉള്ളൂ, പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? 2 മീറ്ററും കൂടെ ഫുൾ ഇതെടുത്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഒരു കംപ്ലീറ്റ്ലി UDL ഉള്ളൊരു കേസായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഏറ്റവും മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, സ്ലോപ്പും ഡിഫ്ലക്ഷനും നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, ഇല്ലേ? ഇനി നമുക്ക് എന്ത് കൊടുക്കും? ഈ ഫിക്സഡ് എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അതിനെ വേറൊരു കാന്റിലിവറായിട്ട് എടുക്കുന്നു. അവിടെ എന്തായാലും നമ്മൾ മുകളിൽ ഒരു UDL ആഡ് ചെയ്തു. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി താഴെ ഒരു UDL ആഡ് ചെയ്യും. അപ്പോൾ ഈ UDL എത്രയാണ്? ഇതും 2 മീറ്റർ അല്ലേ? അപ്പം ആദ്യത്തെ കേസ് എന്തെടുത്തു? ഫുൾ എടുത്തു. രണ്ടാമത്തെ കേസ് എന്തെടുത്തു? ഇവിടം തൊട്ട് ഇവിടം വരെ എടുത്തു.
അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആദ്യത്തെ എ എന്ന് പറയുന്നതും ബി എന്ന് പറഞ്ഞ കേസും കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കാരണം ഇതിപ്പോൾ ഓൾറെഡി മറ്റത് എല്ലാം ഡിറൈവ് ചെയ്ത് പിന്നെ അടുത്ത ഇതും കൂടെ എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കത്തില്ല. പക്ഷേ ഇതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നതെന്നൊരു ഐഡിയ വേണം. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഇല്ല, ഡൗട്ടില്ലേ? ആൽബിൻ ഓക്കെ ആണോ? ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. എന്നാൽ പിന്നെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഈ പ്രോബ്ലമാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രവും മറ്റേ UVLൻ്റെയും ഒരു സെപ്പറേറ്റ് ഒരു ക്ലാസ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉള്ളവർ എന്നെ വിളിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം അങ്ങനെയാണെങ്കിൽ വൈൻഡപ്പ് ചെയ്താലോ? Okay, then wind up. Yeah, okay then. Okay, bye. Okay, thank you. Okay, bye. Thank you, sir. Okay, thank you. Thank you.